നമസ്തേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിയാൻ വ്ളോഗ്സ്. അങ്ങനെ മേക്കോട്ടയിലും കീക്കോട്ടയിലും പോകാൻ പറ്റി. ഞാൻ ആക്ച്വലി കാത്തിരുന്ന ദിവസമായിരുന്നു. അതായത് ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ, അതായത് കല്യാണത്തിന് ഒരാഴ്ച മുന്നെയാണ് ഞാൻ മലപ്പുറത്ത് വന്നിറങ്ങിയത്. അതായത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. അവിടെ വന്നിറങ്ങിയിട്ട് അടുത്ത ദിവസം തന്നെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അമ്പലത്തിൽ വന്ന് എനിക്ക് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ചിലപ്പം വല്ല നിമിത്തമായിരിക്കും, എനിക്ക് ആ സമയത്ത് യോഗ ഉണ്ടായിരുന്നില്ലായിരിക്കാം. അത് ഞങ്ങളിവിടെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിന് വേണ്ടി വന്നതായിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ 7 മാസമായി. ഇന്ന് ആണ് എനിക്ക് വരാനായിട്ട് പറ്റിയത്. അങ്ങനെ ഞാൻ കാത്തിരുന്ന് എന്താ പറയുക, പോവാനായിട്ട് എനിക്ക് സാധിച്ചു. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. മേക്കോട്ട അതേപോലെ തന്നെ കീഴ്ക്കോട്ടയും അങ്ങനെ തന്നെയാണ്. മേൽക്കോട്ടയിൽ ഭഗവതിയാണുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ കീഴ്ക്കോട്ടയിൽ അയ്യപ്പനും. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് ഈ നാട്ടിൽ തന്നെ വരാൻ പറ്റിയെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം നാട്ടിൽ നിന്നല്ല, ഈ ഫാമിലി തന്നെ വരാൻ പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇതുപോലെ കുറേ അമ്പലങ്ങൾ പോയി ദർശിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ഇനിയും അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അമ്പലങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകാനായിട്ട് കിട്ടുന്ന ചാൻസ് ഒന്നും ഞാൻ ഒരിക്കലും കളയാറില്ല. ഇങ്ങനെ പോവാറുണ്ട്. ഇപ്പോൾ ദൂര സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും അതെ, ഇവിടെ തന്നെ ആണെങ്കിലും ഞങ്ങൾ ഇവിടുത്തെ ദേശത്തിൻ്റെ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്. അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. എനിക്കിതുവരെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ പറ്റുന്നത് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കീഴ്ക്കോട്ടയിൽ ഇതുപോലെ പോയപ്പോൾ അവിടെ കുറേ മൊച്ചകളുണ്ടായിരുന്നു കേട്ടോ. മൊച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുരങ്ങന്മാർ, ഇവിടെ അതിന് പറയാൻ മൊച്ച എന്നാണ്. ഞാൻ അങ്ങനെ മലപ്പുറം ഭാഷയൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നു. ഇനിയും ഇതുപോലെ കുറേ അമ്പല ദർശനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര ത്രില്ലിലും കൂടിയാണ് കേട്ടോ. വീഡിയോസ് പറ്റുന്ന പോലെ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ.